സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള കാലാവധി 6 മാസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. ഈ കാലാവധിക്കുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തവരുടെ ക്ഷേമ പെൻഷൻ തടയരുതെന്നും നിർദ്ദേശം നൽകിയതായി അറിയുന്നു. ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് കാട്ടി 2025 മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. 2025 ഡിസംബർ 31 വരെയാണ് സമയം അനുവദിച്ച് നൽകിയിരുന്നത്. 62 ലക്ഷത്തിൽ പരം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 2.53 ലക്ഷം പേർ മാത്രമാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തത്. 2019 ഡിസംബർ 31 വരെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിലാണ് ഇത്രയും പേർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ളത്. ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണ് 6 മാസം കൂടി നീട്ടിയിട്ടുള്ളത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി 2026 ജൂൺ 30 വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ധനകാര്യ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം 2026 ജനുവരി മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ബില്ല് ജനറേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി സേവന പെൻഷൻ വെബ്സൈറ്റ് 20/1/2026 വൈകുന്നേരം 5 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ്. 2025 വർഷത്തെ മസ്റ്ററിംഗ് പരാജയപ്പെട്ട ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ആയതും 2025 വർഷത്തെ വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ആയത് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആയതും അപ്ലോഡ് ചെയ്യൽ, സസ്പെൻഷൻ, റിവോക്ക്, ഡാറ്റ കറക്ഷൻ എന്നീ നടപടികൾ 20/1/2026 5 മണിക്ക് മുൻപായി പൂർത്തിയാക്കേണ്ടതാണെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ അതത് മാസത്തെ ക്ഷേമ പെൻഷൻ അതത് മാസം വിതരണം നടത്തുന്നതിനാൽ പുതിയതായി അംഗീകരിച്ച ക്ഷേമ പെൻഷൻ അപേക്ഷകൾ ഉണ്ടെങ്കിൽ ആയത് 20/1/2026 അപ്രൂവ് ചെയ്ത് നൽകുന്നതാണ്. 2026 വർഷത്തെ വിവാഹിത, പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി 2026 മാർച്ച് 31 വരെ നീട്ടിയിട്ടുള്ളതിനാൽ തിരക്ക് കൂട്ടി പുതിയ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ആയത് ബില്ല് ജനറേറ്റ് ചെയ്തതിന് ശേഷവും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് പുനർവിതരണം നടത്തുന്നതല്ല. പുതിയ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് 2026 ജനുവരി 15 മുതൽ 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. പുതിയ റേഷൻ കാർഡുകൾക്കായി ജനുവരി 15 മുതൽ 30 വരെ അപേക്ഷിക്കാമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ജനുവരി മാസത്തോടുകൂടി കേരളത്തിൽ അർഹരായ ഒരാൾ പോലും റേഷൻ കാർഡ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇത് നീങ്ങുന്നത്. അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കാൻ പൊതുവിതരണ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. 7000 കുടുംബങ്ങൾക്കുള്ള അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡുകളുടെ ഉദ്ഘാടനം നടക്കുകയായിരുന്നു. നിലവിലെ സർക്കാരിൻ്റെ കാലയളവിൽ ഇതുവരെ 5,53,858 പിങ്ക് കാർഡുകളും 58,487 AAY അതായത് മഞ്ഞ കാർഡുകളുടെ വിതരണം ചെയ്തിട്ടുണ്ട്.
ആകെ 6,38,445 അർഹരായ കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 11 ലക്ഷത്തിലകം കാർഡുകൾ പുതിയതായി നൽകുകയോ തരം മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ട്. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരുന്ന 1,72,000 പേർ അത് സ്വമേധയാ തിരികെ നൽകിയിട്ടുണ്ട്. പൊതുവിതരണ വകുപ്പിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ വഴി ലഭിച്ച അപേക്ഷകളിൽ മികച്ച രീതിയിൽ പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആകെ ലഭിച്ച 1,05,000 അപേക്ഷകളിൽ 99.71% പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കണ്ടെത്തിയ 40,000 പിങ്ക് കാർഡുകളുടെ വിതരണം വരും ദിവസങ്ങളിൽ വിതരണം നടത്തുന്നതായി അറിയപ്പെടുന്നു. അർഹതയുണ്ടായിട്ടും പല കാരണങ്ങളാൽ അപേക്ഷിക്കാൻ കഴിയാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെയും കണ്ടെത്തി റേഷൻ കാർഡ് നൽകുന്നതിനുള്ള നടപടിക്രമം ആരംഭിക്കുമെന്നും അറിയുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.